ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിമെയിലിൽ മെയിൽ സെൻഡ് ചെയ്യുമ്പോഴുള്ള ഒരു സെറ്റിങ്സ് ആണ്. ഈ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെയിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്ന ഒരു സെറ്റിങ്സ് ആണ്. ഈ ഒരു സെറ്റിങ്സിനെ കുറിച്ചിട്ട് പലർക്കും അറിയില്ല. ഒരു പുതിയൊരു സെറ്റിങ്സ് ആണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സെറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജിമെയിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അടിയിൽ നമുക്ക് ആ ഒരു കമ്പോസ് എന്നുള്ളൊരു സെക്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഇമെയിൽ ഐ ഡിയിലോട്ടാണോ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങൾ അടിക്കുക. പിന്നെ എന്താണോ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും ഫയലൊക്കെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യുക. ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുകളിൽ നമുക്കൊരു 3 ഡോട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ കോൺഫിഡൻഷ്യൽ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 2 ഓപ്ഷൻസ് വരും. ഫസ്റ്റ് വരുന്നത് സെറ്റ് എക്സ്പയറി എന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. എക്സ്പയർ ഇൻ 1 ഡേ, എക്സ്പയർ ഇൻ 1 വീക്ക് എന്നുള്ളതൊക്കെ. അപ്പോൾ എത്ര ദിവസം കൊണ്ടാണോ നമുക്ക് ഈ ഒരു മെസ്സേജ് ഡിലീറ്റ് ആവേണ്ടത് അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എക്സ്പയർ ഇൻ 1 ഡേ എന്നുള്ളത് കൊടുക്കുകയാണ്. അതായത് ഒരു ദിവസം കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകും. പിന്നെ അതിനുശേഷം അയാൾക്ക് ആ ഒരു മെസ്സേജ് കാണാനും പറ്റില്ല, ഡൗൺലോഡ് ചെയ്യാനും പറ്റില്ല, അതുപോലെ തന്നെ ഫോർവേഡ് ചെയ്യാനും ഒന്നും പറ്റില്ല. അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ വരുന്നത് റിക്വയർ പാസ്കോഡ് എന്നുള്ളതാണ്. അതിൽ നമുക്ക് SMS പാസ്കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതായത് ഞാനൊരു മൊബൈൽ നമ്പർ കൊടുക്കും. ആ ഒരു മൊബൈൽ നമ്പറിലോട്ട് അയാൾക്ക് ഒരു പാസ്വേഡ് പോകും. ആ ഒരു പാസ്വേഡ് ഇതിൽ എൻ്റർ ചെയ്താൽ മാത്രമേ ഞാൻ സെൻഡ് ചെയ്യുന്ന ആ ഒരു മെസ്സേജ് അയാൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് സേവ് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കാര്യം ഇതെങ്ങനെ വർക്ക് ആവുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു മെസ്സേജ് ഞാൻ സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ സെൻഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് മിസ്സിംഗ് ഇൻഫർമേഷൻ എന്നുള്ളത്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ മൊബൈൽ നമ്പർ കൊടുത്തിട്ടില്ല. അപ്പോൾ ആഡ് മിസ്സിംഗ് ഇൻഫർമേഷൻ എന്നുള്ളത് കൊടുക്കുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ നമ്പർ അല്ല കൊടുക്കേണ്ടത്, അയാളുടെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്കൊരു മെസ്സേജ് വരും. ആ ഒരു മെസ്സേജിലൊരു പാസ്വേഡ് ഉണ്ടാവും. ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മാത്രമേ അയാൾക്കൊരു മെസ്സേജ് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ, നമ്മൾ സെൻഡ് ചെയ്ത മെയിൽ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. ഡണ്ണ് കൊടുത്തു. എന്നിട്ട് സെൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സെൻഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ മറ്റേ ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഇമെയിൽ ഐ ഡിയിലോട്ടാണ് ഞാൻ മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഇവിടെ ആ മെസ്സേജ് വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജ് ഞാൻ ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വെരിഫൈ ഐഡൻറ്റിറ്റി എന്നുള്ളത്. അതായത് ഏത് നമ്പറാണോ അവർ കൊടുത്തിട്ടുള്ളത് ആ ഒരു നമ്പറിലോട്ട് ഒരു മെസ്സേജ് വരും. ആ ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ ഒരു മെസ്സേജ് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സെൻഡ് പാസ്കോഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ആ കൊടുത്ത മൊബൈൽ നമ്പർക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു പാസ്കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഞാൻ സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ആ ഒരു മെസ്സേജ് ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ വേറൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. കണ്ടൻറ്റ് എക്സ്പയേഴ്സ് 3 ജൂൺ 2019 എന്നുള്ളത്. അതായത് ഒരു ദിവസം കൊണ്ട് ഈ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകും. അതിനുശേഷം നമുക്ക് ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനും പറ്റില്ല, പിന്നെ കോപ്പി ചെയ്യാനും ഒന്നും പറ്റില്ല. അപ്പോൾ ഇതാണ് പുതിയൊരു സെറ്റിങ്സ്. പ്രൈവസിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണിത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.